എക്സിറ്റ് പോളിനെ പരിഹസിക്കുന്നു രാഹുൽ ഗാന്ധി. എക്സിറ്റ് പോൾ അല്ല, അത് മോദി പോൾ എന്നാണ് പരിഹാസം. ഇന്ത്യ മുന്നണി 295 സീറ്റുകളിൽ വിജയം നേടുമെന്നും രാഹുൽ ഗാന്ധി ആവർത്തിക്കുന്നു. इसका नाम एग्जिट पोल नहीं है, इसका नाम मोदी मीडिया पोल है. ये मोदी जी का पोल है, फैंटेसी पोल है उनका. थैंक यू. कितनी सीटें आ रही हैं आपके हिसाब से? सिद्धू मूसेवाला का सॉन्ग सुना आपने? 295. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഒരുങ്ങുമ്പോൾ ചേരുന്നു. അച്യുതൻ, ഒരു സർവേ അല്ല, ഒട്ടുമിക്ക എല്ലാ സർവേകളും 350+ മോദി 3.0 പ്രവചിക്കുമ്പോൾ അത് മാനിപ്പുലേറ്റഡ് ആണ്, മോദി പോൾ എന്ന് പരിഹസിക്കുകയാണ്. 295 സീറ്റ്സ് എന്ന് പറയുന്നത് അവർ ആത്മവിശ്വാസമായി തന്നെ വീണ്ടും ആവർത്തിക്കുകയാണോ ഇന്ത്യ സഖ്യം? അച്യുതൻ. തീർച്ചയായിട്ടും ഹാഷ്മി, ആ പ്രതീക്ഷ എന്തായാലും ഇന്ത്യ മുന്നണി കൈവിടുന്നില്ല. ഇന്നലെ എക്സിറ്റ് പോൾ പ്രവചനം അത് BJPക്ക് മുൻതൂക്കം പ്രവചിച്ചപ്പോൾ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ അവരവരുടെ പ്രതീക്ഷ കൈവിടാതെയുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിലും നൽകുന്നത്. ഇന്ന് സ്ഥാനാർത്ഥികളുമായിട്ടുള്ള വീഡിയോ കോൺഫറൻസ് യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ രാഹുൽ ഗാന്ധിയാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് എക്സിറ്റ് പോൾ മോദി മീഡിയ പോൾ എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. ഇന്ത്യ മുന്നണി 295 സീറ്റുകളിൽ വിജയം നേടും എന്നുകൂടി രാഹുൽ ഗാന്ധി ആവർത്തിക്കുകയുണ്ടായി. ഇന്നലെ ഇന്ത്യ മുന്നണി യോഗം ചേർന്നിരുന്നു. അതിൽ ഈ നേതാക്കളും പ്രാദേശിക ഘടകമടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് ഈ 295 സീറ്റുകളിൽ വിജയം നേടുമെന്ന വിലയിരുത്തൽ നടത്തിയതെന്നായിരുന്നു ഖാർഗെ അറിയിച്ചത്. എന്തായാലും ആ സംഖ്യയിൽ തന്നെ ഇപ്പോഴും ഇന്ത്യ മുന്നണിയിലെ പാർട്ടികൾ ഉറച്ചു നിൽക്കുന്നു. അത് തന്നെയാണ് രാഹുൽ ഗാന്ധിയും പറഞ്ഞത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹവും പറഞ്ഞത് ഈ എക്സിറ്റ് പോളിൽ വിശ്വസിക്കുന്നില്ല. എക്സിറ്റ് പോളിലെ ഫലമാണ് വരുന്നതെങ്കിൽ ഈ നടന്ന തെരഞ്ഞെടുപ്പ് അത് സുതാര്യമല്ല എന്നുള്ളതാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ AK ബാലന് മറുപടിയും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നു. അതായത് ഈ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കേണ്ട സാഹചര്യം വന്നാൽ അത് കോൺഗ്രസിൻ്റെ സഹായത്തോടെ ആയിരിക്കുമെന്നുള്ള പ്രസ്താവനയിലാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിൽ ചോര തന്നെ കൊതുകിന് കൗതുകം എന്നുള്ള രീതിയിൽ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് നൽകിയത്. ഒപ്പം തന്നെ പരാജയം മുന്നിൽ കണ്ടുള്ള ന്യായീകരണങ്ങളാണ് ഈ ഘട്ടത്തിൽ നിരത്തുന്നത്. എന്തായാലും നാളെ ഈ ജനവിധി വരും. അതിനുശേഷം എല്ലാ പാർട്ടികളും ഈ ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥിതി സംബന്ധിച്ചുള്ള വിലയിരുത്തൽ നടത്തും. അപ്പോഴാകാം ഇതിൻ്റെ ബാക്കി പ്രതികരണം എന്നതുകൂടി KC വേണുഗോപാൽ പ്രതികരിക്കുകയുണ്ടായി. അങ്ങനെ ഈ അവസാന ഘട്ടത്തിലും ഇന്ത്യ മുന്നണി ആ പ്രതീക്ഷ ഒപ്പം തന്നെ ചേർത്ത് നിർത്തുകയാണ് ഹാഷ്മി. ഓക്കെ, ആർ അച്യുതനാണ്. നേരത്തെ തന്നെ പറഞ്ഞു എക്സിറ്റ് പോൾ ആദ്യം അവർ ചർച്ച ബഹിഷ്കരിച്ചിരുന്നു. അതിന് കാരണമായി പറഞ്ഞിരുന്നത് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് എന്ന് രാഷ്ട്രീയമായി അവർ വിശ്വസിക്കുന്നു. 295 സീറ്റ് എന്നൊരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു രാഹുൽ ഗാന്ധി.